ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പകൽക്കാലം തരംഗം മിഷൻ സെൻ്ററിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ആത്മീയ ഉണർവ് യോഗത്തിൽ താല്പര്യത്തോടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ സന്നിധി കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസങ്ങളെക്കാൾ. ഇപ്പം തിരക്കേറി ജീവിത വഴിത്താറുകളിൽ പലർക്കും അതിന് സമയം കിട്ടാതെ പോകുന്നു ദൈവസന്നിധിയിലിരിക്കാൻ. പക്ഷേ സമയം കണ്ടെത്തുന്നത് ഭാഗ്യമാണ്. അതുകൊണ്ട് വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി. ഇല്ലെങ്കിൽ തന്നെ ഞാൻ അധികം പേർക്ക് അപരിചിതരല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ജനുവരി മാസം 5-ാം തീയതി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചത് എൻ്റെ സ്മൃതിപഥത്തിലേക്ക് ഓടി വരും. അന്ന് നല്ലൊരു കൂട്ടം ജനം അന്ന് സംബന്ധിച്ചു. കഴിഞ്ഞ രാത്രി ഞാനൊരു ചിന്തിച്ചു, ആഫ്റ്റർ 7 years, 7 വർഷത്തിന് ശേഷം എൻ്റെ വീടുമായിട്ട് ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. പുല്ലാടനും കുമ്പനാടനും ഇടയ്ക്കാണ് താമസിക്കുന്നത്. ലോങ് ഇയേഴ്സ്. ആട്ടെ, ദൈവത്തിനെല്ലാം ഒരു സമയമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട റെഞ്ചി അച്ഛൻ ഇന്ന് ഇവിടെ ദൈവജനം പ്രസംഗിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചു. അതിലതിയായ സന്തോഷമുണ്ട്. അച്ഛനുമായിട്ട് ദീർഘവർഷത്തെ പരിചയമുണ്ട്. ഇടക്കാലം പല സ്ഥലങ്ങളിൽ മാറി മാറി പോയത് കൊണ്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ വന്ന് വീണ്ടും അച്ഛൻ ഈ സ്ഥലത്ത് വന്നു കണ്ടുമുട്ടാനും ഇങ്ങനെ ഒരു ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടി ആയിരിക്കാനും ഇടയാകുന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഒരു ദിവസം ഒരു 10 പ്രാവശ്യമേലും ദൈവത്തോട് പറയും, കർത്താവേ, നിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. മറ്റൊന്നുമില്ല, കൈമുതലായിട്ട് വേറൊന്നുമില്ല കേട്ടോ. എല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തത. എന്താ കാരണം? 50 വർഷം ഈ മഹത്വകരമായ സുവിശേഷത്തിന് സാക്ഷി വഹിപ്പാൻ ഈ ദേശത്തും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ദൈവവചനം പറയാൻ സാധുവായ എന്നെ ദൈവം സഹായിച്ചു. അത് ദൈവത്തിൻ്റെ കരുണയാണ്. അങ്ങനെ വിവിധ മേഖലയിൽ 1986 ഞാൻ വിദേശത്തു നിന്ന് മടങ്ങി വന്നു. 87 ഫീബ റേഡിയോയിൽ കൂടാണ് ആദ്യം ആരംഭിക്കുന്നത് സുവിശേഷം. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ കിടക്കുന്നില്ല. എന്നാൽ 2006 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ അരുണാചൽ പ്രദേശിൽ ദൈവവചനം പ്രസംഗിച്ച് മടങ്ങി വരുമ്പോൾ ദൈവം തന്ന ഒരാലോചനയിൽ ആണ് പ്രയർ ആൻഡ് പവർ മിനിസ്ട്രി തുടങ്ങിയത്. 2006 ഒക്ടോബർ മാസം 21-ാം തീയതി ദൈവത്തെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ വിളിച്ചു കൂട്ടി ദൈവം തന്ന ആലോചന പങ്കിടുകയും ഇപ്പോൾ 18 വർഷമായി അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുന്നു. ഒരു 7-fold മിനിസ്ട്രിയാണ്. അതിൻ്റേതായ കൂടിവരവുണ്ട്. എല്ലാ മാസത്തിൻ്റെ 3-ാം ബുധനാഴ്ച അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾക്കും കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. അതിലുപരിയായി ലോകത്തോട് സുവിശേഷം പറയുന്ന ഒരു വലിയ ആധുനിക മാധ്യമം, ടെലിവിഷൻ പ്രോഗ്രാം, അതും എൻ്റെ ഉള്ളത്തിൽ ദൈവം തന്നൊരു പ്രേരണയാണ് വർഷങ്ങൾക്കപ്പുറം. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈസി അല്ല. കാരണം നല്ല പണച്ചെലവുള്ള വിഷയമാണ്. 2, ഓരോ ദിവസത്തേക്കും പുതിയ മെസ്സേജ് ഉണ്ടാക്കും. എന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 52 × 2 104 × 7 എത്ര 700-ലധികം പ്രാവശ്യം ഈ ലോകത്തോട് സുവിശേഷം പറയാൻ പവർ വിഷൻ TV കൂടെ ദൈവം എനിക്ക് തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ബുധനാഴ്ചയും 2 മണിക്ക്, ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വേർഡ് ഇൻ പവർ, വചനം ശക്തിയിലെന്നാണ് ശുശ്രൂഷയുടെ പേര്. ഇന്ന് നിങ്ങൾ 2 മണിക്ക് മുമ്പ് വീട്ടിൽ ചെല്ലുന്നവരാണെങ്കിൽ ഇന്ന് ബുധനാഴ്ചയാണ്. നിങ്ങൾ ആ ടെലിവിഷൻ തുറന്ന് പവർ വിഷൻ കിട്ടുമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കണം. നിങ്ങളൊന്നും അത് കേട്ടിട്ട് മാനസാന്തരപ്പെടാനല്ല, നിങ്ങളൊക്കെ മാനസാന്തരപ്പെട്ടവരാ. എന്തിനാണത് ആവശ്യപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. വേറെ ആഗ്രഹമൊന്നുമില്ല. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണം. അത് നല്ല രീതിയിൽ കേട്ടോ. എങ്ങനെങ്കിലുമല്ല, നല്ല രീതിയിൽ തികയ്ക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്.
അനേകരുടെ പ്രാർത്ഥന എനിക്കുണ്ട്. അത് എൻ്റെ ദൈവം എന്നോട് കാണിച്ചൊരു കരുണയാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകർ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ ഞാൻ പ്രസംഗത്തെക്കാൾ കൂടുതൽ ചെയ്യുന്നത് പ്രാർത്ഥനാ മിനിസ്ട്രിയാണ്. കാരണം ടെലിവിഷൻ പ്രോഗ്രാം കേട്ടിട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകർ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു, കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുന്നു. അവരോടൊക്കെ അവരുടെ വിവരം അറിഞ്ഞ് അവരുടെ ആത്മീയത മനസ്സിലാക്കി ദൈവകൃപയിൽ സമർപ്പിച്ചവരല്ലെങ്കിൽ, മലയാളത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ, അതിനുള്ള സുവിശേഷം അവരോട് പറഞ്ഞ് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ അങ്ങനെ അവരെ സമർപ്പിച്ച് ഒരു മേഖലയിൽ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു, നിങ്ങളെ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തട്ടെ. ഇതിനൊന്നും എനിക്ക് ഓരോന്നും ചെയ്തെടുക്കുമ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ദൈവസന്നിധി ഒന്ന് പറയും, കർത്താവേ, ആമോസ് പറഞ്ഞതുപോലെ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പറിക്കുന്നതാണെന്നവനാണ്. ദൈവത്തിൻ്റെ കരുണയാൽ ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു എന്ന് പറയാൻ ദൈവസന്നിധി വിനയപ്പെടുന്നു. ദൈവനാമം മഹത്വപ്പെട്ടെ. ഞാൻ പറഞ്ഞല്ലോ, 2018 അന്ന് ഞാനിവിടെ കൂടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വ്യാപരിച്ച് അന്ന് പ്രസംഗം കേട്ട ഒരു വ്യക്തി, അവരുടെ സങ്കീർണമായ ഒരു വിഷയം, ആ മീറ്റിങ്ങിന് തിരക്കിൽ അവർക്ക് എന്നെ കാണാൻ പറ്റില്ല, ആരോടോ ടെലിഫോൺ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിച്ചു, എൻ്റെ വീട്ടിൽ വന്നു, എന്നെ കണ്ട് അവരുടെ വിഷയം പങ്കിട്ടു, പിന്നെ കൂടിവരവ് സംബന്ധിച്ചു. മെഡിക്കൽ സയൻസ് കൈവിട്ട ഒരു കേസ് ദൈവസന്നിധി വെച്ചു. ദൈവം ആ കുടുംബത്തെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം അങ്ങനെ ഒന്നല്ല, എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ ഇല്ലാതെ നിൽക്കട്ടെ. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടനെ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ടെലിവിഷൻ പ്രോഗ്രാം കാണുമ്പോൾ അതിനകത്ത് ടെലിഫോൺ നമ്പർ വരും, എഴുതിയെടുത്ത് വിളിച്ചാലും മതി. ഇല്ല, ഇതിനൊക്കെ മീറ്റിങ്ങിന് ശേഷം നിങ്ങൾ വന്നാൽ നമ്പർ തരാം, പിന്നെ വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം, പ്രാർത്ഥിക്കാം. മറ്റേ വേറെ ആഗ്രഹമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം കായരട്ടിക്കൊണ്ട് നിർത്തട്ടെ. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും സ്നേഹം അറിയിക്കും. ഞാൻ ഈ ഹോളി വരുമ്പോഴൊക്കെ ഒരു കാര്യം എനിക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. കാരണം ഭാഗ്യസ്മരണീയനായ സക്രിയാസ് തിരുമേനി, വളരെ അടുത്ത സ്നേഹബന്ധം. കാരണം ഞാൻ കർണാടകത്തിലെ ഒരു 14 വർഷം അവിടുത്തെ KNS എന്ന് പറയുന്ന സംഘടന, സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ സെക്രട്ടറിയായി പ്രതി. തിരുമേനി ആ സമയത്ത് അതിൻ്റെ ഡയസിഷൻ ബിഷപ്പായി 2 സ്റ്റേമിലിരുന്നു. ഈ സമയമൊക്കെ ഒന്നിച്ച് പാർക്കാനും ഒന്നിച്ച് സംസാരിക്കാനും ഒന്നിച്ച് ഭക്ഷിക്കാനും ഒന്നിച്ച് ശുശ്രൂഷിക്കാനും ഒക്കെ സമയം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു വലിയ ദർശനം തിരുമേനിക്ക് ദൈവം കൊടുത്തതുകൊണ്ട് ഇന്ന് അനേകർക്കത് അനുഗ്രഹമാവുന്നല്ലോ എന്നോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസ് തിരുമേനിയുമായും അതുപോലെയുള്ള ബന്ധമുണ്ട്. ഞാൻ തിരുമേനിയെ ഓർത്ത് എല്ലാ തിരുമേനിമാരുമായി നല്ല ബന്ധത്തിൽ കർത്താവിനെ നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ആ ഭാഗം നിർത്തട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം. ദൈവൻ്റെ ഉള്ളത്തിൽ പ്രകാശം തന്നൊരു വേദവചനം പങ്കിടാൻ പോകുകയാണ്. എന്നാൽ നിങ്ങൾ നേരത്തെ എൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവരാണെങ്കിൽ അതേ ഫോഴ്സിൽ ഇന്ന് പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. 3-4 ദിവസം പിടിച്ചൊരു കോൾഡ് എന്നെ അസ്വസ്ഥമാക്കി. എന്നാൽ രാത്രി ഇന്ന് രാവിലെ അല്പം പ്രയാസം തോന്നി. കടന്നു വരാൻ കഴിയുമെന്ന് അല്പം ഭാരപ്പെട്ടു. എങ്കിലും ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ വന്നിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കണ്ണടയ്ക്കാം, ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കൈ നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയ കൂരിരുളിൽ താഴ്വരയിൽ ദീപമത കൂരിരുളിൽ കൂരിരുളിൽ ഞങ്ങളുടെ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ,
അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പകൽക്കാലം ഞങ്ങൾക്ക് ഈ കൂടാരത്തിനുള്ളിൽ ഒന്നിച്ചുകൂടി വന്നങ്ങെ മഹത്വപ്പെടുത്താൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. താവേ, സംഭവകരമായൊരു ലോകത്തിൽ സങ്കീർണതകളുടെ നടുവിൽ മാനവജാതി ഭാരപ്പെടുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടവരായി പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ അടിയങ്ങളെ കാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. വിനയപ്പെടുന്ന കർത്താവ്, വീണ്ടും ഒരിക്കൽ കൂടി ഈ സ്ഥലത്ത് എൻ്റെ മക്കളുടെ നടുവിൽ അടിയനെ അയച്ചല്ലോ. ഇന്ന് പകൽക്കാലം നിന്റെ മാറ്റമില്ലാത്ത വചനം അത് എഴുതപ്പെട്ട ആത്മാവിൽ വിളിച്ചു പറയാൻ സാധുവിന് വരം തരണേ. ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തണം. ശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന സകല അന്ധകാര വ്യാപാരങ്ങളെയും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട നാസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ചുകൊണ്ട് ജയമെടുക്കുന്ന കർത്താവേ, നന്ദിയോടെ പരിശുദ്ധാത്മശക്തിയിൽ ദൈവകൃപയുടെ സ്വാതന്ത്ര്യത്തിൽ അടിയനെ നിർത്തണം. ബഹുമാനപ്പെട്ട അച്ഛനായ സ്തോത്രം. നിന്റെ ദാസനോട് ചേർന്ന് അടിയനെ മഹത്വപ്പെടുന്ന അനുഗ്രഹം ജനത്തെ വാഴ്ത്തണം. പകൽക്കാലത്തിന് ജനത്തിൻ്റെ നടുവിൽ നീ അത്ഭുതം പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം. അന്തരീക്ഷത്തെയും ചുറ്റുപാടുകളെയും അധികാരമുള്ള കരത്താൽ നിയന്ത്രിക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ടെലിവിഷനിൽ കിട്ടാത്തൊരൊന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഫോണിൽ കിട്ടും. യൂട്യൂബിൽ വേർഡ് ഇൻ പവർ എന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ ജോർജ് വർഗീസ് എന്നൂടെ ടൈപ്പ് ചെയ്താൽ ഞങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ അതിൽ കിടപ്പുണ്ട്. സമയം പോലെ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കേൾക്കാം. പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തട്ടെ. ഇന്ന് പകൽക്കാലം എന്താ സംസാരിക്കേണ്ടതെന്ന് ചിന്തിച്ചു. യഥാർത്ഥത്തിൽ ഈ നാളുകളിലൊക്കെ ഈ ദേശത്തും വിദേശത്തുമൊക്കെ ഞാൻ പ്രസംഗിക്കുന്ന വിഷയം എറ്റേണിറ്റിയാണ്, നിത്യത. കാരണം അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളെങ്ങും കേൾക്കാറില്ല. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലേ? ഇവിടെ അവസാനിക്കേണ്ടവരല്ലല്ലോ. പക്ഷെ അതിൻ്റെ പ്രസംഗങ്ങൾ ചുരുക്കം. അങ്ങനെ ഒരു ചിന്ത പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നിങ്ങളുടെ ബഹുമാനപ്രാച്ചൻ എനിക്ക് നോട്ടീസ് അയച്ചു തന്നപ്പോൾ അതിൻ്റെ മുകളിൽ എന്താ എഴുതിയേക്കുന്നത്? ഉണർവ്യോഗമൊന്നുമല്ല, അതിൻ്റെ ഇപ്പുറത്തുണ്ട് തരംഗം, ആത്മീയ തരംഗം, ആത്മീയ തരംഗം, ആത്മീയതയുടെ തരംഗം അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ ഉണർവ്. അപ്പോൾ ഉണർവ് ഒരു വലിയ വിഷയമാണ്. ഉണർവ് ഇങ്ങനെ തരംഗമായി വരണം അല്ലേ? മനസ്സിലായോ? പക്ഷെ ഉണ്ടോ? ഞാൻ ഇവിടുത്തെ കാര്യമല്ല, ജനറലായിട്ടാണ് പറയുന്നത്. ഉണ്ടോ? അപ്പോൾ ആ ഉണർവ് എങ്ങനെ ലഭിക്കും? അല്ല, ലഭിക്കാത്തതിൻ്റെ പ്രശ്നം എന്താ? അതൊന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചിന്ത വന്നു. അതാ എനിക്ക് ലീഡിങ് കിട്ടിയത്. അപ്പം ദൈവസേന പ്രാർത്ഥിക്കും. നമ്മുടെ വിഷയത്തിൻ്റെ മേലാണല്ലോ നമ്മൾ ഇങ്ങനെ ശരീരശാസ്ത്രം പഠിക്കുമ്പോൾ ഇങ്ങനൊരു പദ്യമുണ്ട് അതിനകത്ത്. നരമ്പെത്ര പുച്ഛമെത്ര മർമാണി ശരട് നിലയി കറ്റോനെ തൊറികൾ പാർത്ത് കൈപോട. നരമ്പെത്ര പുച്ഛമെത്ര മർമാണി ശരട് നിലയി കറ്റോനെ തൊറികൾ പാർത്ത് കൈപോട എന്ന് വെച്ചാൽ അവിടെ ഇവിടെയും തട്ടിയത് കൊണ്ടൊന്നും കാര്യമില്ല. ഒരു കഥവ് തുറക്കുമോ? ചെറിയൊരു ഹോളേ ഉള്ളൂ, അതിനിടയ്ക്ക് ഒരു ചാവി ഒന്നും തിരിച്ചാൽ തരും. അതുപോലെ വി ഗാറ്റ് ടു സ്ട്രൈക്ക് അറ്റ് ദ റൈറ്റ് പോയിന്റ് വേർ വി ആർ. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടുന്ന് വിടുതൽ ലഭിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം അല്ലേ? നമുക്കെല്ലാം ഉണർവ് വേണം. പക്ഷെ ഉണർവുണ്ടോ? അതിനുവേണ്ടി നമ്മൾ കാംക്ഷിക്കണം, പ്രാർത്ഥിക്കുന്ന പക്ഷേ സംതിങ് എന്തുകൊണ്ടോ അതിലെത്തിച്ചേരാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതിനോട് ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. അതിന് ഒന്നാമതായിട്ട് 85 സങ്കീർത്തനം 6 വാക്യം വായിക്കണം. വേറൊരാൾ 51 സങ്കീർത്തനം 10 വാക്യം വായിക്കും. 10, 11, 12 വായിക്കണം. വായിച്ചു. ആദ്യം 85-ന്റെ 6. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? അടുത്തത് സൃഷ്ടിച്ച് മതി. മനസ്സൊരുക്കുള്ള ആത്മാവിനെ മതി. 2 വാക്യം വായിച്ചു. ആദ്യം വായിച്ചത് കൊരപുത്രന്മാർ പറഞ്ഞത് അല്ലേ? അവരുടെ ഒരാഗ്രഹമായി വായിച്ചത്. അവരുടെ ജീവിതത്തിൽ ഒരു റിവൈവൽ വേണം, ഉണർവ് വേണം.
ഞങ്ങൾ ആനന്ദിക്കും. എന്തിനു വേണ്ടി ഉണർവ്? ആനന്ദിക്കണം. ജനം നിന്നിൽ ആനന്ദിക്കണം. ക്രിസ്ത്യ ജീവിതം ആനന്ദമില്ലേ പിന്നെ എന്തോ ഉണ്ട് അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവിതങ്ങൾ ഈ യേശുവിനെ പിൻപറ്റുന്നതിൻ്റെ രഹസ്യം? മദ്യപാനത്തിൽ സന്തോഷിച്ച്, ലോകസുഖങ്ങളിൽ സന്തോഷിച്ച്, മറ്റു വഴികളിലൊക്കെ ജീവിച്ചവർ അതിനെ വിട്ട് ഇതിനകത്ത് വന്ന് നിൽക്കണമെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു സന്തോഷമുണ്ട് ഇല്ലേ? ആ സന്തോഷമില്ലേ പിന്നെ ശരിയാവുമോ? അപ്പം ആ സന്തോഷം നമുക്ക് ആവശ്യമാണ്. എല്ലാ മനുഷ്യനും ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി ഡിസയേഴ്സ്. പക്ഷെ അതെല്ലാം എന്താ പറയുക, മണ്ണിനോട് ബന്ധപ്പെട്ടത്, റിലേറ്റഡ് ടു ദ ഡസ്റ്റ്. എന്നാൽ നമുക്കതല്ല വേണ്ടത്. നിത്യതയോടുള്ള ബന്ധത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് ജീവിതം ക്രമപ്പെടുത്തേണ്ടതും പാലിക്കേണ്ടതും. ദൈവമേ സഹായിക്കണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. 42-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവമേ എപ്പോൾ നിന്റെ സന്നിധിയിൽ വരുവാനിട. ദാറ്റ് മീൻസ് ടു ദീ in the perfect will of God or in the real presence of God. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിലായിത്തീരുന്ന, ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലായിത്തീരുന്ന അനുഭവം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരെക്കുറിച്ചും അതാണ് ആഗ്രഹിക്കുന്നത് ദൈവം. അങ്ങനെ പ്രാർത്ഥിക്കുമോ? കർത്താവേ കരുണ ചെയ്യണേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം അല്ലേ? നമുക്കെല്ലാവർക്കും ഒരു ഡ്രീമുണ്ട്, ഒരു സ്വപ്നമില്ലേ ജീവിതത്തെക്കുറിച്ച്? നമ്മുടെ ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതിലൊക്കെ ഇന്നവരാ അല്ലേ? പക്ഷെ ഞാൻ ചോദിച്ചേട്ടെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഡ്രീം, സ്വപ്നം യാഥാർത്ഥ്യമാവുന്നുണ്ടോ? അത് ചിന്തിച്ചിട്ടുണ്ടോ? Have you ever thought of it? എൻ്റെ ദൈവമേ എന്നെക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നം എന്താ, പ്ലാൻ എന്താ, പദ്ധതി എന്താ? ഇത് ചോദിക്കണം. What shall I do? എന്ത് ചെയ്യണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചാൽ ദൈവം വഴി കാണിച്ചു തരും. യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു. അത് നമ്മുടെ ചിന്തയായിരിക്കട്ടെ. കർത്താവേ എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം. 84-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ വരുമ്പോൾ ഘോരപുത്രന്മാർ വീണ്ടും പറയുന്നു, എന്താ പറയുന്നു? സൈന്യങ്ങളുടെ യഹോവേ, ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ദ ഗോഡ്, ലിവിങ് ഗോഡ്. അതായത് ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് അവിടെ പറയും കേട്ടോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലം. അതിന് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. എത്ര മനോഹരമായ ആ ദൈവ സാന്നിധ്യം അല്ലേ? പക്ഷെ ഇവിടെ ഘോരപുത്രന്മാരുടെ ആഗ്രഹം എന്തുവാ? നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? ജീവിപ്പിക്കണം. അപ്പൊ ഇവിടുന്ന് ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. വീണ്ടും ജീവിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്നല്ലേ, ഇപ്പോഴ് നഷ്ടപ്പെട്ടു. ഇതാണ് വിഷയം. നഷ്ടപ്പെട്ടു പോയി. വീണ്ടും ഒന്ന് ജീവിപ്പിക്കണേ കർത്താവേ. ജനം ആനന്ദിക്കണം. ആനന്ദമില്ല. കർത്താവേ കരുണ ചെയ്യണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പലതും ഇല്ലാത്തൊരവസ്ഥ. എഫെസോ സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു, എന്തുവാ? നഗ്നനും കുരുടനും അരിഷ്ടനും അല്ലേ? ഇല്ലാത്ത അവസ്ഥ. ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാവരും വന്നത്. നമ്മുടെ വ്യക്തിപരമായി ചിന്തിച്ചാലേ, നമ്മുടെ പിതാക്കന്മാരൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതങ്ങ് ചിന്തിക്കണം ഇടയ്ക്കൊക്കെ കേട്ടോ. അപ്പൻ അല്ലെങ്കിൽ വല്യപ്പൻ ഉടുപ്പില്ലായിരുന്നു ഇടാൻ. പരിശോധിച്ചിട്ടുണ്ടോ? ഒരു കൈലി ഒരു തോർത്തും ഇട്ടോണ്ട പലരും, ചാക്കോച്ചനും മത്തായിച്ചനും കുഞ്ഞുട്ടിയും കുഞ്ഞപ്പനും ഒക്കെ ഒന്നിച്ചു കൂടിയും. പക്ഷെ they were men of integrity. അവർ ഭക്തന്മാരായിരുന്നു, വിശ്വസ്തതയുള്ളവരായിരുന്നു. അർദ്ധനഗ്നരായിട്ടാണ് അവർ ജീവിക്കുന്നതിനും അർദ്ധനഗ്നനായി ക്രൂശിൽ പടഞ്ഞു മരിച്ച കർത്താവ് അവർക്കുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ബലം. ഹല്ലേലൂയ. നമ്മുടെ പോരായ്മകളെ പരിഹരിക്കുന്നവനാണ് കർത്താവ്.
യഹോവയിൽ ബലം കണ്ടെത്തിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ജീവിതാനുഭവങ്ങളിൽ കർത്താവേ ഞങ്ങളെ നടത്തണമേ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എങ്ങനെയാണ് ജനം ആനന്ദിക്കേണ്ടത്? ചുമ്മാ ആനന്ദം വരുമോ? ആനന്ദം നഷ്ടപ്പെട്ടു പോയി അല്ലേ? അത് മനസ്സിലാക്കാൻ ആ രണ്ടാമത്തെ വാക്യം രണ്ടാമത് വായിച്ചത് സങ്കീർത്തന പുസ്തകത്തിൽ. ആരാ സങ്കീർത്തനം എഴുതിയത്? ദാവീദാരാ? യഹൂദിയുടെ മലഞ്ചെരുവിൽ ആടിനെ മേയിച്ചു നടന്നവനെ ആളുകളെ മേയിപ്പാനായി യഹോവയുടെ ദൈവത്തിന്റെ കൃപാവര പ്രസാദത്താൽ വിളിച്ച് യഹൂദിയുടെ സിംഹാസനത്തിൽ ഇരുത്തിയവനാണ് ദൈവം. ഹല്ലേലൂയ. ദാവീദിന് ബോധമുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞ എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ. ഹല്ലേലൂയ. ദാവീദിന് തെരഞ്ഞെടുപ്പൊന്ന് ചിന്തിച്ചോ? എങ്ങനെയാ? ആടിനെ മേയിച്ചു നടന്നവനെ, ആടിനെ മേയിച്ചു നടന്നവനെ ദൈവത്തിന് സ്തോത്രം അല്ലേ? സ്തോത്രം. An unexpected man from an unexpected place, from an unexpected time of God's sovereignty. ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു മനുഷ്യനെ, ഒരു പ്രതീക്ഷയുമില്ലാത്ത കൂട്ടത്തിന് നടുവിൽ പ്രതീക്ഷിക്കാത്ത സമയത്തോ ദൈവം തൻ്റെ കാര്യപരിപാടിയിൽ കൊണ്ടെത്തിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. ദൈവത്തിന് സ്തോത്രം. When we study the Old Testament, there is no other man in the scripture that he ever tried to please God as that of David. വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് പഴയ നിയമം, ദാവീദിനെ പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനില്ല. He walked with God, he talked with God, he had right communion with God. And God was his priority at every time. The first place. ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് ചേർന്ന് നടന്നു, ദൈവത്തോട് സംസാരിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അങ്ങനെ പോയതുകൊണ്ട് ദൈവം തമ്പുരാൻ എന്തോ എന്ന് പറയാം. അപ്പോസ്തലർ പ്രവൃത്തി 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വീട്ടിൽ പോയി വായിക്കണം. God gave him a certificate that a man with my own heart, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവസന്നിധിയിൽ നിന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു മനുഷ്യനുമില്ല കേട്ടോ. ദൈവം പ്രസാദിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ നമ്മളിപ്പം മുമ്പേ വായിച്ചത് കേട്ടോ, എന്തുവായിരുന്നു? ഏതോണ്ടൊരു പ്രശ്നം ഉണ്ടായല്ലേ? ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ച മനുഷ്യൻ, he failed terribly. അവൻ പരാജയപ്പെട്ടു പോയി. എന്തോ പരാജയം? ചെറിയ പാവം വല്ല വന്നോ? He committed adultery. വ്യഭിചാരദോഷം ചെയ്തു. അവസാനിക്കുന്നില്ല. And he became responsible for the death of another man. മറ്റൊരു മനുഷ്യന്റെ മരണത്തിന് കാരണമായി. ഇത്ര ഭയങ്കരമായ ഒരു പാപം ചെയ്തിട്ടും എന്താ സംഭവിച്ചു? ഒന്നും സംഭവിക്കാത്തവനെ പോലെ പിന്നെയും പുള്ളി പള്ളിയിൽ പോയി കേട്ടോ. ഞാൻ ചിന്തിക്കുന്നു, നിശ്ചയമായും ദാവീദ് ഇങ്ങനെ ചിന്തിച്ചാണ്. ഒരു സ്വയം എക്സാമിനേഷൻ അല്ലേ? പാപം ചെയ്യാൻ നേരം പ്രേരണ, പിശാചിൻ്റെ പ്രേരണ കൊണ്ട് വീണാലും പിന്നെ അതിനെക്കുറിച്ചൊരു കുത്തലുണ്ടാകും. എന്തുകൊണ്ട് ദാവീദും ചിന്തിച്ച് കാണും, എൻ്റെ ദൈവമേ, am I not a person who has ever tried to please God? നിന്നെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനല്ലേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ലേ? ഞാൻ നിനക്ക് നല്ല സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടില്ലേ? നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചവനല്ലേ? നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ ദൈവം എൻ്റെ ഒന്നാമതായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ how could it be happening in my life? എൻ്റെ ജീവിതത്തിൽ ഇത്ര ഭയങ്കര ഒരു പാപം വരാൻ എന്താ കാരണം? എന്നൊരു പക്ഷേ മനസ്സിൽ ചിന്തിച്ച് കാണും. പക്ഷെ അത് വെളിയിൽ വന്നില്ല. പേഴ്സണലി ഒക്കെ ചിന്തിച്ചെങ്കിലും വന്നില്ലെന്ന് പറയാൻ കാരണം എന്നാ? അതാ ഞാനിപ്പോൾ പറഞ്ഞത്.
ഇത്ര ഭയങ്കരമായ പാപം സംഭവിച്ചിട്ടും എന്നിട്ടും ഒന്നും സംഭവിക്കാത്തവനെ പോലെ again he went to the church and he was the leader of the choir. യെരുശലേമിലെ ഗായക സംഘത്തിന്റെ സംഗീത പ്രമാണി പിന്നെയും പോയി വലിയൊരു കൂട്ടത്തോടെ നിന്ന് പാടി. പാപം വെച്ചുകൊണ്ട് പള്ളിയിൽ പോയി പാടുന്നവനെ നോക്കി ദൈവം എന്താ പറയും? ഹിപ്പോക്രൈറ്റ്, കപടഭക്തിക്കാരൻ. പാപം വെച്ചുകൊണ്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവളെ നോക്കി ദൈവം എന്ത് പറയും? കപടഭക്തിക്കാരി. പാപം വെച്ചുകൊണ്ട് പള്ളിയിൽ പോയി ആരാധിക്കുന്നവനെ നോക്കി ദൈവം പറയും കപടഭക്തിക്കാരൻ. പാപം വെച്ചുകൊണ്ട് പള്ളിയിൽ പോയി എവിടെ പോയി പ്രസംഗിക്കുന്നവനാണെങ്കിലും അവനെ നോക്കി ദൈവം പറയും. ദൈവം സകലവും നഗ്നവും മറന്നുമായിരിക്കുന്നു ദൈവത്തിന് തന്നെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും ഒളിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നമുക്ക് വിനയപ്പെടാം. കർത്താവേ, കരുണ ചെയ്യണമേ. അറിഞ്ഞു അറിയാതെ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനിടയാകട്ടെ. ജീസസ്. അങ്ങനെ ഇവൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ചോദിച്ചേടാ, ഇവൻ ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ, ഇവനെ ഇതൊന്നും മനസ്സിലാക്കണമല്ലോ. എന്തോ ചെയ്തു? ദൈവം ഒരു മനുഷ്യനെ പറഞ്ഞു വിട്ടു. മനുഷ്യനല്ല, സാധാരണ മനുഷ്യനല്ല, ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ. നാഥാൻ പ്രവാചകനെ വിട്ടു. 2 ശമൂവേൽ 12-ാം അധ്യായം ഒന്ന് വായിക്കാമോ? അതിൻ്റെ ആദ്യമൊട്ടൊന്ന് വായിച്ച 2-3 വാക്യം അതിവേഗത്തിൽ. യെസ്, യെസ്. നിർത്തിക്കേ, നിങ്ങൾക്കറിയാം, എന്നാലും ഒന്നുകൂടെ വായിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ദാവീദിൻ്റെ കോപം ജ്വലിച്ചു. ചാടി എഴുന്നേറ്റിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. എന്തുവാ? ആ മനുഷ്യൻ എൻ്റെ അധികാര പരിധിയിലെങ്ങാനും പെട്ടവനാണോ? പാവപ്പെട്ടവന്റെ കുഞ്ഞാടിനെ പിടിച്ച് കറി വെച്ചവൻ. അങ്ങനെയാണെങ്കിൽ അവൻ മരിക്കണം. ഈ തീർപ്പ് കൽപ്പിച്ചു. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. സ്വന്തം ജീവിതത്തിൽ പാപം കിടക്കുമ്പം മറ്റുള്ളവന് വിധിക്കാൻ എന്ത് എളുപ്പം. ഒരു കാര്യം ഓർത്തണം, മറ്റുള്ളവനെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലും നമ്മുടെ നേരെ നിപ്പുണ്ട് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ദാവീദ് ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. യു ആർ ദാറ്റ് മാൻ. പാവപ്പെട്ടവന്റെ കുഞ്ഞാടിനെ പിടിച്ച് കറി വെച്ചവൻ, കശാപ്പ് ചെയ്തവൻ നീയാ. ദാവീദ് ഞെട്ടിപ്പോയി, നെടുമ്പാടും വീണു, കരയാൻ തുടങ്ങി. എന്തുവാ കരഞ്ഞ്? ദൈവമേ, സംസാരിക്കുമ്പോൾ നീ നീതിമാൻ, വിധിക്കുമ്പോൾ നീ നിർമ്മലനാണ്. നിന്നോട് തന്നെ നിനക്കനിഷ്ടമായുള്ളത് കരയുക, നിലവിളിക്കുക കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അങ്ങനെ കരഞ്ഞു 10-ാമത്തെ വാക്യത്തിൽ വന്നു. എന്താ 10-ാം വാക്യം? അതാ നമ്മൾ വായിച്ചത്. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. ഇപ്പൊ ദാവീദിന് മനസ്സിലായി, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാഥാൻ പ്രവാചകനിൽ കൂടെ തന്നോട് സംസാരിച്ചപ്പോൾ ദാവീദിന് തൻ്റെ തെറ്റിനെ കുറിച്ച് ബോധമുണ്ടായി. ദാവീദ് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ നിയമങ്ങളൊന്നുമല്ല തെറ്റ്, എൻ്റെ ഹൃദയത്തിനാണ് തെറ്റ് പറ്റിയത്, അവിടെയാണ് വീഴ്ച പറ്റിയത്. അതുകൊണ്ട് ഇവിടെ എന്തോ ദാവീദ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ഹൃദയം ഒന്ന് റിപ്പയർ ചെയ്യണമെന്നല്ല പ്രാർത്ഥി, പിന്നെ പുതിയ ഹൃദയം, നിർമ്മലമായൊരു ഹൃദയം, എ ന്യൂ ഹാർട്ട്. ഡേവിഡ് റിയലി വാണ്ട്സ് ദ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹിസ് ഹാർട്ട്. ഹൃദയത്തിൻ്റെ ആകമാനമായ ഒരു പുതിയ സമർപ്പണം മാറ്റിവെക്കാൻ ദൈവത്തോട് പറയുക.
പിടികിട്ടിയ പ്രിയപ്പെട്ടവരെ, ഉഴപ്പം പരിപാടി കൊണ്ട് നടക്കത്തില്ല. പൂർണ്ണമായി കട്ട് ചെയ്യേണ്ടതിനെ കട്ട് ചെയ്ത് പുതിയത് സ്ഥാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ മാലിന്യങ്ങളിൽ കൂടെ നീങ്ങാനല്ല, പാപത്തിൻ്റെ ചിന്തകളെ രസിപ്പാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിയന്ത്രിക്കപ്പെട്ടവരായി ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് കരയുക, എന്തുവാ? ദൈവമേ നിർമ്മലം. ഡേവിഡ് ക്രൈ എംബഡൈസ് ദ ക്രൈ ഓഫ് ദ ഹോൾ മാൻകൈൻഡ്. ദാവീദിന്റെ മാത്രം കരച്ചിലല്ലത് കേട്ടോ, മാനവജാതിയുടെ മുഴുവനെയും കരച്ചിലാണ്, രോദനത്തിന്റെ ശബ്ദമാണ്. ദാറ്റ്സ് ദ ക്രൈ ഓഫ് യു ആൻഡ് യു ആൻഡ് യു ആൻഡ് മീ. എല്ലാവരുടെയും കരച്ചില. കാരണം പാപമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. David could understand that he was not able to fulfill the requirements of God. ദൈവത്തിൻ്റെ നിലവാരങ്ങളിലേക്ക് തന്നെത്താൻ പിടിച്ചു കയറാൻ പറ്റത്തില്ലെന്ന് ദാവീദിന് മനസ്സിലായി. ഇത് നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ് കേട്ടോ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവരെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഹൃദയത്തിന് ഒരു പുതിയ ഹൃദയം എനിക്ക് വേണം. ഉണർവിന് തടസ്സമായിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ പാപമാണ്, ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഹല്ലേലൂയ. അതിനൊരു ആകമാനമായ മാറ്റമുണ്ടാകും എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തെ ജീവിതത്തിന്, എൻ്റെ ഇടവകയുടെ ജീവിതം, എൻ്റെ സഭയുടെ ജീവിതം, എൻ്റെ സമൂഹ ജീവിതമൊക്കെ ഒരു ദൈവാത്മ ശക്തിയുള്ള മനുഷ്യനായി ഞാൻ ജീവിക്കാൻ എനിക്ക് കഴിയണമേ കർത്താവേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടോ? ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധി കരയുകയാണ് കേട്ടോ. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ECG ഒന്ന് എടുക്കണം. ഹോസ്പിറ്റലിൽ പോയി എടുക്കാം അല്ലേ? ഇത് ആ ഹൃദയമല്ല, സ്പിരിച്വൽ ECG എടുത്താൽ എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്തുവാ നിങ്ങൾക്ക് വേണ്ടേ? പോസിറ്റീവ്. ബി പോസിറ്റീവ് അല്ലേ? അതാ നല്ലത്. പക്ഷേ കോവിഡ് സമയത്ത് ആർക്കും പോസിറ്റീവ് വേണ്ട. ചിന്തിച്ചിട്ടുണ്ടോ അത്? അയ്യോ പോസിറ്റീവ് ആകല്ലേ, പോസിറ്റീവ് പരിശോധിക്കാൻ പോകുമ്പോഴേ. പക്ഷേ ദൈവഗതത്തിൽ, ദൈവാലോചനയിൽ, ദൈവവചന വെളിച്ചത്തിൽ പോസിറ്റീവായിരിക്കും. ഒന്ന് ശാന്തമായി ചിന്തിച്ച കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പോസിറ്റീവാണോ? എൻ്റെ കൃപയുടെ അളവിൽ ഞാൻ പോസിറ്റീവാണോ? എൻ്റെ വിശ്വസ്തതയിൽ ഞാൻ പോസിറ്റീവാണോ? എൻ്റെ കുടുംബജീവിത ബന്ധങ്ങളിൽ ഞാൻ പോസിറ്റീവാണോ? സഹോദരി ബന്ധങ്ങളിൽ ഞാൻ പോസിറ്റീവാണോ? പരിശോധിക്കാൻ എത്രയുണ്ട്? പോസിറ്റീവായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ സകലത്തിൻ്റെ ഉറവിടം. സകല ചിന്തകളും ആശകളും അഭിലാഷങ്ങളും അവിടെയല്ലേ പൊട്ടിപ്പുറപ്പെടുന്നത്. അതുകൊണ്ട് അത് നന്നായിരിക്കണം. അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. മുമ്പേ പറഞ്ഞ പോലെ മാനുഷികമായി കഴിയത്തില്ല. കൺട്രോൾ ചെയ്യണേ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് രാവിലെ ആയിരിക്കുന്ന ജനമേ, സ്നേഹത്തോടെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ കരുതലുള്ളവരാ തലമുറയെക്കുറിച്ചും അല്ലേ? പലരും കുഞ്ഞുങ്ങളൊക്കെ നല്ല സ്ഥാനത്ത് എത്തണമെന്നൊക്കെ ഉണ്ട്. ചിലർ വ്യാകുലപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുവാ നമുക്ക് കൈമുതൽ? ഇന്ന് വരെ നടത്തിയൊരു ദൈവം അല്ലേ? അപ്പം മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ മക്കളെ, ഡാഡിയും മമ്മിയെ നടത്തിയൊരു ദൈവം ഉണ്ടടാ. ദൈവം ഇതുവരെ കൊണ്ടെത്തിച്ചടാ മക്കളെ, നിന്നെ നടത്തുമടാ, നീ ദൈവത്തോട് പറ്റിയിരുന്നാ മതിയടാ മോളെ എന്ന് പറയാൻ കഴിയണം. സ്നേഹത്തോടെ പറയട്ടെ. ഈ ദിവസങ്ങളിലെ ഈ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറയണമെന്ന് എനിക്ക് സമയമില്ല. വല്ലാത്തൊരു കാലഘട്ടമല്ലേ? ഈ ടെലിവിഷനിൽ പ്രസംഗം കേട്ടിട്ട് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന ഒരു നല്ല പങ്ക് കുടുംബ പ്രശ്നങ്ങളാണ്. വേറൊരു പങ്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചതാണ്. ഇന്നത്തെ ഈ മീഡിയ മാധ്യമങ്ങൾ, ഈ ഫേസ്ബുക്കും ഡാഷ് ഡാഷ് ഡാഷ്. എനിക്ക് അത്ഭുതമാണ്, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു ചെറുക്കൻ്റെ കൂടെ പെറ്റു വളർത്തിയ അമ്മയും അപ്പനെയും വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു അന്തരീക്ഷം വിസ്തരിക്കുന്നില്ല. ഞാൻ ഈ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ ഒന്ന് ഓർപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്താ കൈമുതൽ? ദൈവത്തിൻ്റെ വിശ്വസ്തത. ഹല്ലേലൂയ. നീ അല്ലാതെ ആരുമില്ല കർത്താവേ.
എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അവിടെയാണ് ദൈവത്തിന്റെ കരുണയുടെ കരം നമ്മളെ സഹായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ നടത്തിയ ദൈവം നമ്മെ നടത്തുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമുക്ക് എന്തുവാണ് പരിചയം പലകയുമായിട്ടുള്ളത്. ഇത് ഓർത്തോണം. ദൈവത്തിൻ്റെ അതിൽ വിശ്വസിക്കുന്നവനെ ദൈവം കൈവിടത്തില്ല. ഒരു നിമിഷം ചിന്തിക്കുക, ദൈവത്തിൻ്റെ വിശ്വസ്ത എത്ര വലുതാണ്. അത് മേഘങ്ങളോളം വലുതാണ്. ഞാൻ ആരംഭത്തിലേ പറഞ്ഞല്ലോ, സ്വന്തമായി പ്രശംസിക്കാൻ ഒന്നുമില്ല എനിക്ക്. ദൈവം ചെയ്ത നന്മകളെല്ലാം, അങ്ങനൊരു പാട്ടുണ്ടല്ലേ, നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ശരിയാ. നമ്മുടെ അപ്പച്ചന്മാർ പണ്ട് പാടി, നമ്മളും പാടി, വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ ഒരു ശീല പാടിക്കേ വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ അതിനെന്തോ വേണം? ഒരു പുതിയ ഹൃദയം അല്ലേ? നിർമ്മലമായ ഒരു ഹൃദയം. പിന്നെയും പാടണമെങ്കിൽ, ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ഒരു പുതിയ ഹൃദയം വേണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റിയ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചവന് വീണ്ടെടുപ്പിന്റെ ഗാനം പാടണമെങ്കിൽ എന്തോ വേണം? പുതിയ ഹൃദയം. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരാമെന്ന് കേട്ടോ. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പുതിയ ഹൃദയം വേണം നമുക്ക്. പുതിയ ഹൃദയത്തിൻ്റെ ഉടമയായി കഴിയുമ്പോൾ ചില മാറ്റങ്ങൾ വരും, അപ്പോഴുണർവ് വരും. അതിനായി പറയുന്നു കേട്ടോ. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന് മുമ്പേ നമ്മളായിരിക്കുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വീര്യം പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സ്തോത്രം. പക്ഷെ ഊരിയാവിൻ്റെ കയ്യിൽ കത്തെഴുതി കൊടുത്തു വിടുമ്പോൾ അവൻ്റെ കൈ വിറച്ചില്ല, അവൻ്റെ മനസാക്ഷി ബുദ്ധിയില്ല. അവിടെയാണ് പുതിയ ഹൃദയത്തിൻ്റെ ആവശ്യം. ഈ രാവിലെ പരിശോധിക്കുമ്പോൾ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ബത്ശേബയുടെ നേരെയുള്ള കണ്ണ്, അത് വ്യാപരിച്ച മോഹം നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞില്ല. അത് നിയന്ത്രിക്കാൻ ഒരു പുതിയ ഹൃദയം വേണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ വിഷയങ്ങളെ അന്തർഭാഗത്തിൽ സത്യമറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരവർ ചിന്തിച്ചോ. ദൈവഹിതമല്ലാതെ വീണുപോയ, ഇടപെട്ടുപോയ, വന്നുപോയ വീഴ്ചകളെ ഒന്ന് ക്ഷമിച്ച് താവേ ഞാനൊരു അനുഗ്രഹമായി തീരാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ ഹൃദയം, അല്ല ഒരു ക്ലീൻ ഹാർട്ട്, നിർമ്മല ഹൃദയം. ദൈവത്തിന് സ്തോത്രം. നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കാൻ ഇടയാകട്ടെ. തീർന്നില്ല. നമ്മൾ മുമ്പേ 51-ാം സങ്കീർത്തനത്തിൻ്റെ 10 വരെ വായിച്ചു. 11ഉം 12ഉം കൂടെ വായിക്കണം. ആദ്യം 11 വായിച്ചേ. അപ്പൊ ഈ പുതിയ ഹൃദയം തന്നവർ വരെ പ്രാർത്ഥിച്ച് കരഞ്ഞു നിർത്തിയില്ല കേട്ടോ. പിന്നെ എന്തോ പറയുന്നേ? അയ്യോ അത് സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ എന്ന് വെച്ചാൽ don't leave me from the presence of the living God. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ വിട്ടുകളയല്ലേ, തള്ളിക്കളയരുതേ. ദൈവ സാന്നിധ്യമില്ലേ പിന്നെ തീർന്നില്ലേ? പ്രിയപ്പെട്ടവർ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ബലം. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഒരു നിമിഷം പോലും എൻ്റെ കയ്യിൽ നിന്ന് വിടല്ലേന്ന്. കാരണം എന്നാ? ഒറ്റ നിമിഷം മതി. ആരുണ്ടപ്പുറത്ത്? നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ നടക്കുക. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കണം. ബി ഓൾവേസ് ഓൺ ദ പ്രസൻസ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധി, ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കണം.
അതാ ഞാൻ ആദ്യം പറഞ്ഞു, നിന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്ന് അത് അനുഭവിച്ചുകൊണ്ട് അവിടെ ആയിരുന്നാൽ കഴിയും. ദാവീദ് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് നിന്റെ സന്നിധി തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ അതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ എന്തുവാ? നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് ഇതൊരു വലിയ അർത്ഥമുള്ള വിഷയമാണ്. ദാവീദിനറിയാം ഇത്രയൊക്കെ വന്നെത്തിയത് അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം അന്ന് ശമൂവേൽ കൊണ്ട് ഉച്ചി തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത നാൾ മുതലാണ് ഈ വ്യത്യാസം വന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നത് അല്ലേ? അപ്പോൾ ആത്മാവ് പരിശുദ്ധാത്മാവ് പോയാൽ പിന്നെ നിന്നെന്ന് താഴുന്നു. ദാവീദ് ദൈവത്തോട് പറയാ, കർത്താവേ, ദൈവമേ, നീ എന്തോ വേണേ എടുത്തോ, എൻ്റെ രാജ്യം വേണേ എടുത്തോ, എൻ്റെ ധനം വേണേ എടുത്തോ, എൻ്റെ സൈന്യത്തെ വേണേ എടുത്തോ, എൻ്റെ കൊട്ടാരം വേണേ എടുത്തോ, എൻ്റെ കുടുംബത്തെ വേണേ എടുത്തോ, പക്ഷേ പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ രാവിലെ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നെ എടുക്കല്ലേ. പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതം. നിങ്ങൾ ശ്രദ്ധിക്കണം, ദാവീദിനെ ഗോലിയാത്തിനെ കൊന്നതും കരടിയെ ചുരട്ടി അടിച്ചതും സിംഹത്തെ കൊന്നതും ഒക്കെ സാക്ഷി പറഞ്ഞ് പോവാണ് ദാവീദ്. പക്ഷെ എന്തോ ഇല്ല, ആത്മാവില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആത്മാവില്ലാത്ത ദൈവനാമത്തിലുള്ള ഒരു പരിപാടിയും ദൈവം അംഗീകരിക്കത്തില്ല. ആത്മാവില്ലാത്ത ആരാധന, ആത്മാവില്ലാത്ത പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് ഒരു ആത്മീയ കൂടി വരവിലും ദൈവാത്മാവിന്റെ സാന്നിധ്യമില്ല, സീറോ. മറിച്ച് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലോ, അങ്ങനാണെങ്കിൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ, പരിശുദ്ധാത്മാവിനെ നിന്നെടുക്കരുതേ. എടുക്കല്ലേ കർത്താവേ, എടുക്കല്ലേ, പരിശുദ്ധാത്മാവിനെ എന്നെടുക്കരുതേ. ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണേ. മറിച്ച് പ്രാർത്ഥിക്കണം, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണേ എന്ന് കേട്ടോ. അതെ, അടുത്ത എന്താ പറയുന്നത്? 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ വിഷയം, നിന്റെ രക്ഷയുടെ സന്തോഷം. അപ്പം ഇത് ഇത്രയും ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ ഓരോ പുത്രന്മാരുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴും ഇതും നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും ഉണ്ടായിരുന്നല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചേ? നഷ്ടപ്പെട്ടു പോയി. പാപം ജീവിതത്തിൽ കടന്നത്. ഒരു കാര്യം ഞാൻ പറയാം, പാപം ജീവിതത്തിൽ വന്നാൽ ദൈവിക സന്തോഷം നിലനിൽക്കത്തില്ല. പാപം ജീവിതത്തിൽ കടന്നു വന്നാൽ രക്ഷ നഷ്ടപ്പെടുമോ എന്ന തിയോളജിയൻസിൻ്റെ, വേദശാസ്ത്രജ്ഞന്മാരുടെ ഇപ്പോഴും ഡിബേറ്റ് നടക്കുന്ന വിഷയമാണ്. എറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, രക്ഷയുടെ നിത്യമായ ഭദ്രത. അതവിടെ നിൽക്കട്ടെ. രക്ഷ നഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെടും? രക്ഷയുടെ പാപം വന്നാൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും. രക്ഷയുടെ സന്തോഷമില്ലേ പിന്നെ എന്നാ ജീവിതം? അതുകൊണ്ട് നമ്മുടെ രക്ഷയുടെ സന്തോഷം നമുക്ക് ലഭിക്കണം. ദൈവത്തിന് സ്തോത്രം. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ 5 വർഷം പഠിച്ചതാണ് ഞാൻ. ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സാറിനൊക്കെ അറിയാം. അന്നൊരു രാഷ്ട്രീയക്കാരനായി ജീവിച്ചതാണ്. ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ, ഒന്നിനെ തൊട്ടാ 100-നെ തട്ടും. എവിടെ തട്ടാനാ? ഒന്നും നടക്കത്തില്ലേലും മുദ്രാവാക്യം വിളിച്ചൊക്കെ ജീവിച്ചു ലോകത്തിൻ്റെ വഴിത്താരകളിൽ. എന്നാൽ എന്നെ വഴിപിടിച്ച പോക്കിനെ കണ്ട് മനം നൊന്ന് വിലപിക്കുന്ന എൻ്റെ മാതാവ്, എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ കണ്ണുനീര് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിത്യമായ പ്ലാനിൽ ദൈവം എന്നെ വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഉറപ്പിക്കപ്പെട്ട പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടത്തി ഈ വലിയ സുവിശേഷം പറയുക. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാലോ, ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദൈവാത്മാവിൽ ദൈവവചനം പ്രസംഗിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വഴിയൂടെ കറന്നു പറയട്ടെ, പ്രസംഗം പ്രസംഗിച്ചതിന് ശേഷം അവസാനം നിത്യരക്ഷയ്ക്ക് അവകാശികളാകാൻ ആൾക്കാരെ വിളിക്കുമ്പോൾ, ജീവിതങ്ങൾ എഴുന്നേറ്റ് സമർപ്പിക്കുന്നത് കാണുമ്പോൾ അതിലുപരിയായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഈ സന്തോഷമാണ് നമുക്ക് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. സന്തോഷം നഷ്ടപ്പെടാതിരിക്കട്ടെ. വേഗത്തിൻ്റെ വാക്കുകൾ ചുരുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, രക്ഷയുടെ സന്തോഷമില്ലാതെ ജീവിക്കരുത്. ഓരോത്തന്മാർ പറഞ്ഞു, ഞങ്ങളെ സന്തോഷം ഞങ്ങൾ വീണ്ടും നിന്നിൽ ആനന്ദിക്കേണ്ടത്. ആനന്ദം പോയി, ഇവിടെ സന്തോഷം പോയി, എല്ലാം ഒന്ന്. അപ്പോൾ മനസ്സിലാക്കണം, റിവൈവൽ, ഉണർവെന്ന് പറയുന്നത്
ആരംഭമായി ചിന്തിച്ചാൽ സന്തോഷമുണ്ടോ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിലേക്ക് മടങ്ങി വരണം. ദൈവത്തിന് സ്തോത്രം. അതിനെന്താ ചെയ്യണം? നമ്മൾ എപ്പോഴാണ് ആനന്ദിക്കുന്നത്? സ്പിരിച്വലി, ആത്മീയമായി പറഞ്ഞാൽ നമുക്ക് എപ്പോഴൊക്കെയാണ് സന്തോഷമുള്ളത്? ദൈവവചനം കേൾക്കുമ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോഴും ഒരു സന്തോഷമില്ലേ? ഉണ്ടോ? അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പേര് വന്നത്. ഇനി ആരും വേണ്ട, നിങ്ങളുടെ വേദപുസ്തകം ഒന്ന് തുറന്ന് വേദനിക്കുന്ന ഒരു വിഷയത്തിൻ്റെ മുഖത്തൊന്ന് തുറന്ന് 3-4 വാക്യം ഒന്ന് വായിച്ച്. എങ്ങോട്ട് പോയി ഭാരം അല്ലേ? ഇതിനകത്ത് ആ സന്തോഷമുണ്ട്. 119 സങ്കീർത്തനം 162 വാക്യം എളുപ്പം ഒന്ന് വായിച്ചേ. 119 സങ്കീർത്തനം 162 വാക്യം. വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വചനത്തിലൊരു ആനന്ദമുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ശരിയാണോ? ആണോ? നിങ്ങളോട് പറഞ്ഞേ. സ്തോത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ 1-ാം സങ്കീർത്തനത്തോട്ട് പോകണം. എന്തോ അവിടെ പറയുന്നത്? പുരുഷന്മാരുടെ ആലോചന പ്രകാരം നടക്കല്ലേ, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാദിയുടെ ഇരിപ്പിടത്ത് ഇരിപ്പരുതും, മറിച്ച് വേറൊരു കാര്യം ചെയ്യണം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിക്കും, കുറച്ചുകൂടെ സുഖമാണ് കേൾക്കാൻ. ബ്ലെസ്ഡ് ഈസ് ദ മാൻ ഹു ഡിലൈറ്റ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്, മെഡിറ്റേറ്റിംഗ് അപ്പോൺ ഇറ്റ് ഡേ ആൻഡ് നൈറ്റ്, ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കാൻ നോക്കുമോ? പറ്റത്തില്ല. പക്ഷേ ഒരു ദിവസം രാത്രിയും പകലും കൂടി 24 മണിക്കൂറുണ്ടല്ലോ. എത്ര മിനിറ്റ് വായിക്കാൻ പറ്റുന്നു? ശ്രദ്ധിക്കണമേ. ദൈവവചനം വായിച്ചില്ലെങ്കിൽ അപകടമാണ്. അതിനകത്ത് സന്തോഷം കിട്ടിയില്ലെന്ന് മാത്രമല്ല, പാപത്തിൽ വീഴും. വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞു, മത്തായി 22:29 എന്തോന്നറിയാം? നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായി കൊണ്ട് തെറ്റിപ്പോകും. You err because you do not know the word and the power. തിരുവചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ആത്മാവും വചനവും കൂടെ ബന്ധിച്ചിരിക്കുക. ദൈവം കൂട്ടിച്ചേർത്തതിനെ വേർതിരിക്കരുതെന്ന് പറഞ്ഞ പോലെ ഒന്നിച്ച് ബന്ധിച്ചിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? The stupidity and the foolishness that many people commit, many believers commit, because they do not meditate upon the word of God. പല അബദ്ധങ്ങളും ഓശത്തരങ്ങളും തെറ്റിലും ചെന്ന് വീഴുന്നത് ദൈവവചനം വേണ്ട വിധത്തിൽ ധ്യാനിക്കാത്തതുകൊണ്ട്. അതിന് സമയം കണ്ടെത്തണമേ. ഈ തിരക്കേറിയ ജീവിത വഴികളെ കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണമേ എന്ന് സ്നേഹത്തോടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ സന്തോഷം നമുക്ക് മടക്കി കിട്ടി നമ്മൾ ആ ഉണർവിൻ്റെ മണ്ഡലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത് ദൈവവചനത്തെ ആദരിച്ചോണം. ഷോക്കേസിലെ കാഴ്ചവസ്തുവായി അവസാനിക്കരുത്. ഹല്ലേലൂയ. ഭയങ്കര പവറാണ് ഇതിന് കേട്ടോ. സ്തോത്രം. ഞാൻ ഈ അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുമ്പം സങ്കീർണമായ വിഷയത്തിലുള്ളവരാണ് കേട്ടോ. അപ്പം എനിക്ക് ഇവരോടൊരു മറുപടി പറയാൻ എന്തോ ഊഹാപോഹമൊന്നും പറഞ്ഞാലൊക്കത്തില്ല. ഞാനിവരോട് മറുപടി പറയുന്നത് എങ്ങനെയാണെന്നറിയാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഒരു വചനം തരണേ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വചനം തരും. ആ വചനം ഉറപ്പാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി പേർക്ക് വിടുതൽ കിട്ടുന്നതുകൊണ്ട് അതൊന്നും ഇവിടെ പറയാൻ ശ്രമിക്കുന്നില്ല. അതിനൊന്നും മാർക്കറ്റിങ്ങിന് ശ്രമിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാട്. ഈ മണിക്കൂറുകളിൽ ദൈവവചനത്തിൻ്റെ ഒറ്റ വചനം നിന്റെ ജീവിതത്തിൽ വീണ് കിട്ടിയാൽ മതി സഹോദരി. നീ ഭാരത്തോടെ വന്ന വിഷയത്തിൽ നിന്ന് പകൽക്കാലം വിടുതല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യൗവനക്കാരാ, നിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ വിടുതലിന്റെ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ വചനത്തിന്റെ ശക്തിയാ നിന്നെ വിടുവിക്കാൻ, നിന്റെ ജീവിതത്തിന് നിരാശ മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമോ? വിടുതലിന്റെ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് ഒത്തിരി കാര്യം പറയാനുണ്ട് എനിക്ക്. സമയത്തിന് പരിധി കൊണ്ട് ഞാൻ വിസ്തരിക്കുന്നില്ല. വചനം എന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികമെന്ന്. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്. ഈ വചനത്തെ ഒന്നെടുത്ത് ചുമ്മനം ചെയ്യാനിടയാകട്ടെ. സ്തോത്രം. ഈ വചനം എന്ന് പറയുമ്പോൾ ഇത് ഒരു ടെക്സ്റ്റ് വായിക്കുന്ന പോലെ അല്ല. ഇത് ഓർത്തോണം. അല്ലെങ്കിൽ വർത്തമാന പത്രം വായിക്കുന്ന പോലെ അല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് വിടുതലിന്റെ വചനമാണ്. ഇത് ആശ്വാസത്തിന്റെ വചനമാണ്. ഇത് ശക്തിയുടെ വചനമാണ്. ഇത് അനുഗ്രഹം തരുന്ന വചനമോ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ മതിയാകും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ സന്തോഷം, രക്ഷയുടെ സന്തോഷം മടങ്ങിത്തരാൻ ദൈവവചനത്തിൽ അധികം ശ്രദ്ധാലുക്കളായിരിക്കാൻ കഴിയട്ടെ. അങ്ങനെയാണെങ്കിൽ ഉണർവ് നമ്മുടെ ഇടയിലേക്ക് വരും. എന്നാൽ ഈ കാലങ്ങളിൽ വലിയ ഒരു ദോഷം, ഒത്തിരി അവിടെ ഇവിടെയൊക്കെ പ്രസംഗം ഉണ്ടെങ്കിലും വചനത്തിൻ്റെ സമയം എന്ത് കുറഞ്ഞു പോയില്ലേ? ശ്രദ്ധിച്ചോ? ഒരാഴ്ചത്തെ ഭാരവും പ്രയാസവുമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വന്ന് കൂടുമ്പോൾ ലഭിക്കുന്ന എത്ര സമയമുണ്ട്? ഞാൻ കടക്കുന്നില്ല അങ്ങോട്ട്. ഹല്ലേലൂയ. വചനം കുറയല്ല, വചനം ധാരാളമായി ലഭിക്കട്ടെ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ രാവിലെ ഈ മധ്യാഹ്ന വേളയിൽ കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് നിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, നിൻ്റെ ദാസന്മാരായി, നിൻ്റെ ദാസിമാരായി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കൃപ തരണേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. അപ്പോൾ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? ആനന്ദം ഒന്ന് വചനത്തിലാണ്, രണ്ടാമത് പിന്നെവിടാ പറഞ്ഞേ? വിശ്വാസികളാണല്ലോ, പരിശുദ്ധാത്മാവിൽ. ഹല്ലേലൂയ. റോമാലേഖനം 14:17 എന്തുവാ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തുവാ പറയുന്നറിയാമോ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. അപ്പോൾ പരിശുദ്ധാത്മാവിനൊരു സന്തോഷമുണ്ട്. മുമ്പേ ദൈവവചനത്തിന് സന്തോഷം പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തുമില്ല കേട്ടോ. ക്രിസ്ത്യൻ ഫീൽഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ വേൾഡിലെ ഡ്രൈവിംഗ് ഇലക്ട്രിസിറ്റി പോലെ എല്ലാത്തെയും ഒരുപോലെ കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് നിങ്ങൾ ശക്തി ലഭിക്കണം, അവിടെ തന്നെ ഇരിക്കണം, പോകല്ലിറങ്ങി. ഇതിനകത്ത് ശക്തിയുണ്ട്, കൃപയുണ്ട്, അഭിഷേകമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം തികഞ്ഞതാണ് ഈ പരിശുദ്ധാത്മാവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കണം, ആ സന്തോഷം നമ്മളിലേക്ക് വ്യാപരിക്കണം. ഹല്ലേലൂയ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഒരുപോലെ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികളൊഴുകും. ഇത് യോഹന്നാൻ 7:37 ഞാൻ പറഞ്ഞു. 38 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? 7:38 എന്താ പറഞ്ഞറിയാം? ഇത് അവൻ അവർക്ക് നൽകുവാനുള്ള, ബാക്കി ആരെങ്കിലും എടുത്തോ? ഇല്ല. ഇത് അവൻ അവർക്ക് നൽകുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു നദിയോട് ബന്ധപ്പെടുത്തി ഒഴുകി വരുന്നതായി പരിശുദ്ധാത്മാവ് ജീവിതത്തെ അനുഭവിക്കാൻ കഴിയണം. 46-ാം സംഘത്തിന് 6-ാം വാക്യം, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങൾ അവന് ഏറ്റവും കൂടുതൽ തുണയാ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണ അതിൻ്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കറങ്ങിയാലും നാം കാര്യമെന്നാ? പിന്നെ താഴെ നദി 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 അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തിൽ എത്തുന്ന ഒരു നദിയുണ്ടെന്ന്. വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന നദി പരിശുദ്ധാത്മാവിൻ്റെ നദി എന്ന് വെച്ചാൽ വെള്ളസിംഹാസനത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ജീവജല നദി. ആമേൻ, ആമേൻ. ഈ ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചു കേട്ടോ. നമ്മുടെ പിതാക്കന്മാർ പാടി. അന്നത്തെ പാവപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരും ആമേൻ കൺവെൻഷൻ പന്തലുകളിൽ എഴുന്നേറ്റ് നിന്ന് പാടി. എന്ത് പാടിയെന്നറിയാമോ? ആത്മസന്തോഷം കൊണ്ടാനും ചേർന്ന് പാട്. ആത്മസന്തോഷം ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ, നിറയ്ക്കണമേ കല്ലുപോലുൾ ദൈവത്തിൻ്റെ തേജസ് ഹല്ലേലൂയ.
കരം ഉയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് അപ്പോൾ ദൈവവചനത്തിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. പിന്നെ വേറൊരു കാര്യം കൂടെ വേണം. നമുക്ക് ദൈവസന്നിധിയിലെ സന്തോഷം മടങ്ങിക്കെട്ടി റിവൈവൽ ഉണ്ടാകണമെങ്കിൽ വലിയ പുള്ളികളെന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും ദൈവം പ്രവർത്തിക്കത്തില്ല. അതിനെന്തോ വേണം? വിനയം വേണം, താഴ്മ വേണം. 1 Peter 5:5, 1 Petrus 5:5. എന്താ വാക്യം എന്നറിയാമോ? ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും അവൻ. അപ്പം ഞാൻ പ്രസംഗിക്കുന്ന കാലത്ത് പലയിടത്തും പറയാറുണ്ട്, ഈ കൃപ കിട്ടാൻ വേണ്ടി 21 ദിവസം ഫാസ്റ്റ് ചെയ്യണ്ട. എന്താ ചെയ്താൽ മതി? വിനയപ്പെട്ടാൽ മതി. വിനയപ്പെടാൻ കഴിയട്ടെ. ദൈവമേ കരുണ ചെയ്യണേ. അഹങ്കാരത്തിൻ്റെ മണ്ഡലങ്ങളല്ല, ആത്മീയതയുടെ ആമേൻ എന്തെങ്കിലും ഉണ്ടെന്ന് ചിന്തിക്കാനല്ല, എല്ലാം ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഓർത്ത് വിനയപ്പെട്ടുകൊണ്ട്, തന്നതല്ലാതെ ഒന്നുമില്ല കർത്താവേ, എല്ലാം നിന്റെ ദാനമാണ് കർത്താവേ. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിൻ്റെ കരുണയല്ലേ. ഞാൻ ഓർപ്പിക്കുന്ന ആ പ്രസംഗ മണ്ഡലങ്ങളിൽ ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവം സ്റ്റാർട്ടാക്കി വെച്ച ഒരു മിഷൻ ഉണ്ടാകത്തു അല്ലേ? അതൊന്ന് നിന്ന് പോകാൻ എന്തുകൊണ്ടാണ് ഇതുവരെ? ആരാ അത് താങ്ങിയത്? ശ്രദ്ധിച്ചോണം, അത്ഭുതകരമായി നിന്നെ സൃഷ്ടിച്ചു വിട്ടത് ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ട് അനേക വീരന്മാരുടെ കാൽ കീഴും ദൈവം അടിസ്ഥാനങ്ങളെ ഇളക്കി മാറ്റിക്കളഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശം ദൈവം നിന്നെ പരിപാലിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദയ, വിശ്വസ്തയ. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് വിനയപ്പെടാം. ഒരു ഉണർവ് നമുക്ക് വേണം. താവേ, നിന്റെ വചനവും നിന്റെ ആത്മാവും ദൈവസന്നിധി വിനയമുള്ള ഹൃദയത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഒരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമകളായി. ആൻഡ് ദാറ്റ്സ് ദ ബിഗിനിങ് ഓഫ് റിവൈവൽ, റിപ്പന്റൻസ്. ആ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തിനേലും ആമേൻ അനുദപിച്ചും ഒന്നും ഉള്ളതും കൊണ്ട് മാത്രമല്ല, ഒരിക്കലും മടങ്ങി വരാതെ കൊണ്ട് അതിനെ ഉപേക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ളതിനെ വിട്ട് കളഞ്ഞുകൊണ്ട് ദൈവസന്നിധി വിനയപ്പെട്ട് പ്രാർത്ഥിക്കാൻ, ദൈവമേ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം, ഹല്ലേലൂയ എന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. വിനയത്തിൻ്റെ ആത്മാവ്. വടികൊണ്ട് മിസ്രൈമിനെ അടിച്ചു കൊന്ന മോശയല്ല ദൈവം അന്വേഷിക്കുന്നത്. തന്നെ നിലത്തോളും തലകുനിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന കണ്ണുനീരുള്ള മോശെ. സ്തോത്രം. ഹോരേബിൻ്റെ മുകളിൽ നിൽക്കാൻ അങ്ങനെയുള്ളവരെ ദൈവം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാ ഹോരേബിൻ്റെ മുകളിൽ നിൽക്കുന്ന? ദൈവിക പ്രമാണങ്ങൾ ഏറ്റുവാങ്ങി ജനത്തിന് കൊടുക്കാൻ. എൻ്റെ ചെറിയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ലഭിക്കണം, ഒരു അനുഗ്രഹം ലഭിക്കണം, എൻ്റെ സമൂഹത്തിന്, എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ കുടുംബത്തിനൊക്കെ ഒരു അനുഗ്രഹമായി തീരാൻ ദൈവമേ കരുണയുടെ കരതലങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ദൈവിക വിടുതലിൻ്റെ കരം നീട്ടും. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേൽ ഇന്ന് പകൽക്കാലം ചിലർക്ക് വിടുതൽ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ശാരീരിക ബലഹീനതയോടെ വന്നെങ്കിലും ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചില വിടുതലിന്റെ കരം നീട്ടാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ സ്തോത്രം. ഒരു കാര്യം പറയാ, ഈ മണ്ണിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഒരു അറ്റസ്റ്റേഷൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യെസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു മുദ്ര നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ ഒരു നല്ല അറ്റസ്റ്റേഷൻ പ്രാപിച്ച് ഈ ഭൂമിയുടെ പരപ്പന്റെ ജീവിതം കഴിക്കാനിടയായാൽ ധന്യമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോരേബിന്റെ മുകളിൽ നിൽക്കാൻ കർത്താവേ എന്നെ പ്രാപ്തനാക്കണമേ. ദൈവത്തിന്റെ അറ്റസ്റ്റേഷൻ ഉള്ളവനായി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവനായി, കൈയുള്ളപ്പുള്ളവളായി ഈ സമൂഹത്തെ ഒരു ആത്മീയ ഉണർവിന് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ. എനിക്കൊരു പുതിയ ഹൃദയം തരണമേ. എല്ലാവരും കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ കടാക്ഷിക്കണമേ, കടാക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? ജീസസ്, ഹല്ലേലൂയ. ദൈവകരുടെ കരങ്ങളിൽ അവരവരൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായി ഇരിക്കുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ കൂടി വരുമ്പോൾ വലിയ അത്ഭുതങ്ങൾ കാണാം. അല്ല, ഇന്ന് തന്നെ നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ചില അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിയും. വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ജനത്തിനടുവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങൾ ഏൽപ്പിക്കാം.